ശക്തമായ മഴയിൽ എടയന്നൂർ തോട് കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിമാനത്താവള പാതയായ കണ്ണൂർ മട്ടന്നൂർ റോഡിലെ എടയന്നൂരിലാണ് തോട് കരകവിഞ്ഞ് റോഡിൽ വെള്ളം കയറിയത്. ചൊവ്വാഴ്ച പുലർച്ചെ മുതൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിലച്ചിരുന്നുവെങ്കിലും രാവിലെയോടെ വലിയ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. കനത്ത മഴയിൽ ഇരിട്ടി മട്ടന്നൂർ റോഡിൽ ഉളിയിൽ തോട് കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി. But ഇത് തോട്ടിലുള്ള വെള്ളമല്ലേ അല്ലേ? റോഡിൽ വെള്ളമുയർന്നതോടെ സമീപത്തെ വീടുകളിലും കടകളിലും വെള്ളം കയറുകയും ചെയ്തു. വെള്ളത്തിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച ചെറിയ വാഹനങ്ങളിൽ വെള്ളം കയറി തകരാറിലായി വഴിയിലകപ്പെട്ട അവസ്ഥയിലാണ്. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണി മുതൽ ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചിരുന്നു. സന്നദ്ധ പ്രവർത്തകരെത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുവഴി ഗതാഗതം നിലച്ചതോടെ നാട്ടുകാർ ചെറിയ വാഹനങ്ങൾ കാനാട് വഴി തിരിച്ചുവിട്ടു. അടുത്ത കാലത്തൊന്നും ഇത്തരത്തിൽ പ്രദേശത്ത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലെന്നും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാർഡ് മെമ്പർ ഷബീർ എടയന്നൂർ പറഞ്ഞു. ഇവിടെ വരെ സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ മുമ്പ് കാലങ്ങൾ കേട്ടുകളി മാത്രമുള്ള വലിയൊരു വെള്ളം കയറലാണ് നമ്മുടെ പ്രദേശത്തുണ്ടായത്. രാവിലെ ഏതാണ്ട് 4 മണി മുതൽ തന്നെ വാഹനങ്ങൾ ബ്ലോക്കാണ്. ഈ പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ ചേർന്ന് വാഹനങ്ങൾ വൈകിച്ചു വിട്ടുകൊണ്ടാണ്. വലിയ ബുദ്ധിമുട്ടില്ല. നിരവധി PSCക്ക് ഇന്ന് എക്സാമുള്ള നിരവധി കുട്ടികളുണ്ടായിരുന്നു. അവർക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കാൻ പറ്റും. അവരൊക്കെ ആ വഴി മറ്റു വഴികൾ സ്വീകരിച്ച് പോയി. വലിയ നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ ഇവിടുത്തെ വാർഡ് മെമ്പർ ഓഫീസും CH സെൻ്ററുമായി അവിടെ വെള്ളം കയറി ഫ്രീസർ ഉൾപ്പെടെയുള്ള 2.5 ലക്ഷം രൂപയോളം നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. മറ്റ് പ്രത്യക്ഷത്തിലൊന്നുമില്ല. എങ്കിലും ജാഗ്രത എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ചാലോട് ഗോവിന്ദാംവായൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലും പരിസരത്തും വെള്ളം കയറി. ചാലോട് അഞ്ചരക്കണ്ടി റോഡിൽ കശുവണ്ടി കമ്പനിയുടെ ചുറ്റുമതിൽ തകർന്നു റോഡിലേക്ക് വീണു. ചെങ്കല്ല് കൊണ്ട് കെട്ടിയ മതിലാണ് 10 മീറ്ററോളം ശക്തമായ മഴയിൽ തകർന്നു വീണത്. ചാലോടിലും പനയത്താംപറമ്പിലും കടകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ.